ഈദ് അൽ അദ്ഹ അറഫ ദിനം പ്രമാണിച്ച് കുവൈറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 6 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു. ജൂൺ 1 തിങ്കളാഴ്ച പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മെയ് 26 ചൊവ്വാഴ്ച അവധി ആരംഭിച്ച ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഔദ്യോഗിക അവധികളും ശനി, ഞായർ വാരാന്ത്യ അവധികളും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെ പ്രത്യേകത. പ്രത്യേക പ്രവർത്തന ആവശ്യങ്ങളുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് പൊതു താൽപര്യവും പ്രവർത്തന ആവശ്യകതകളും പരിഗണിച്ച് സ്വന്തം ജോലി ക്രമീകരണങ്ങൾ തീരുമാനിക്കാനുള്ള അനുവാദം കൂടി ലഭിക്കുന്നുണ്ട്. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിനും കിരീടാവകാശി ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമദ് അൽ സബാഹിനും രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും ഈദ് അൽ അദ്ഹയുടെ ഈ ശുഭവേളയിൽ മന്ത്രിസഭ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിനും ഇസ്ലാമിക ലോകത്തിനും ഐശ്വര്യവും സ്ഥിരതയും ആശംസിച്ചുകൊണ്ട് പ്രത്യാശയും പ്രകടിപ്പിച്ചു. യുഎയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഈദ് അൽ അദ്ഹയുടെ 4 ദിവസത്തെ ശമ്പളത്തോടുകൂടി അവധിയാണ് ലഭിക്കുന്നത്. മാനവ വിഭവശേഷി എമിറേറ്റ്സ് സെഷൻ മന്ത്രാലയം അറിയിച്ചത് പ്രകാരം മെയ് 26 ചൊവ്വാഴ്ച മുതൽ മെയ് 29 വെള്ളിയാഴ്ച വരെയാണ് അവധിയുള്ളത്. ശനി, ഞായർ ദിവസങ്ങളിൽ സാധാരണ വാരാന്ത്യ അവധിയുള്ളവർക്ക് ഇത് 6 ദിവസത്തെ നീണ്ട അവധിയായി മാറും. പൊതുമേഖലയിലേതിന് സമാനമായി സ്വകാര്യ മേഖലയ്ക്കും 9 ദിവസത്തെ അവധി ലഭിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് ഈ പ്രഖ്യാപനത്തോടെ വിരാമമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സർക്കാർ ജീവനക്കാർക്ക് 5 ദിവസത്തെ ഈദ് അൽ അദ്ഹ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഇത് വാരാന്ത്യം ചേർത്ത് 9 ദിവസത്തെ അവധിയാകും. പൊതു സ്വകാര്യ മേഖലകളിൽ തുല്യ അവധികൾ ഉറപ്പാക്കുന്ന ഏകീകൃത അവധി നയമാണ് രാജ്യത്തുള്ളത്. അതേസമയം ഷാർജ സർക്കാർ ജീവനക്കാർക്ക് ഈ അവസരത്തിൽ 10 ദിവസം വരെ അവധിയും ലഭിക്കും. 4 പ്രവൃത്തി ദിവസങ്ങളും 3 ദിവസത്തെ വാരാന്ത്യവുമുള്ള ഷാർജയുടെ സംവിധാനം 5 ദിവസത്തെ ശമ്പളത്തോടുകൂടി അവധിയെ 10 ദിവസത്തെ അവധിയാക്കി മാറ്റുന്നുണ്ട്. യുഎയിലെ സ്കൂളുകൾക്ക് 9 ദിവസത്തെ അവധിയുണ്ട്. അതിനാൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് മെയ് 25 തിങ്കളാഴ്ച വാർഷിക അവധിയെടുത്ത് കൂടുതൽ നീണ്ട അവധി ആസ്വദിക്കാനും സാധിക്കും. ഒമാനിൽ മെയ് 26 അവധി ആരംഭിക്കും. മെയ് 31 ഞായറാഴ്ച ഓഫീസുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കും. പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവധി ബാധകമാണ്. ഹജ്ജ് യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് വലിയ ആത്മീയ പ്രാധാന്യമുള്ള അറഫ ദിനം ദുൽ ഹജ്ജ് 9 വരുന്നത്. ഇത് മെയ് 26 ചൊവ്വാഴ്ചയായിരിക്കും ആചരിക്കുക. അറഫ ദിനത്തിന് പിന്നാലെയാണ് ഈദ് അൽ അദ്ഹ ആഘോഷവും വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.